നമസ്കാരം, ഹൈ റേഞ്ച് കുടുംബത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ വീടിൻ്റെ പുറകിലാണ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്ന് ഏലക്കാട്ടിലേക്ക് പോകണം, ഏലത്തോട്ടമില്ലേ. അപ്പോൾ അത് നിങ്ങളിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ മഴക്കാലത്ത് ഇവിടുത്തെ കർഷകർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏലത്തോട്ടത്തിൽ മരം വല്ലതും വീണിട്ടുണ്ടോ, ചെടികൾ പോയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നേരെ ഒന്ന് പോയാലോ? പോവാം. ഇത് കണ്ടോ, ഏലത്തോട്ടത്തിലേക്ക് കടക്കുന്ന ഭാഗമാണിത്. ഞാൻ ഇതിൻ്റെ കുടയൊക്കെ എടുത്തിട്ടുണ്ട്. കുടയായിട്ട് ഇതിൻ്റെ അകത്തൂടെ പോകാനൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ് കേസ്. നമുക്ക് എന്തായാലും പോകാം കേട്ടോ. അപ്പോൾ ഈ മഴക്കാലത്ത് വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏലക്കായ്ക്ക് എന്നെ ഈ അഴുകും, അതായത് ചീയും. അതായത് ഒരുപാട് മഴ പെയ്ത് കഴിഞ്ഞാൽ അഴുകി പോകുന്ന ഒരു പ്രശ്നം കൂടെ വരും. അതുപോലെ തന്നെ വലിയ മരങ്ങൾ ഏലത്തിൻ്റെ പുറത്തേക്ക് വീണ് കഴിഞ്ഞാൽ അതും ഭയങ്കര പ്രോബ്ലമായിട്ട് വരും. പിന്നെ അത് മാത്രമല്ലാതെ ഇപ്പോൾ ഈ മഴക്കാലത്ത് ഏലത്തോട്ടത്തിലൂടെ പോകുമ്പോൾ ഉണ്ടല്ലോ നല്ല ഇരുട്ടായിരിക്കും കേട്ടോ. നമുക്ക് നോക്കാം. എന്താ ഇത് കണ്ടോ, ഇതാണ് നിങ്ങളിത് കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുണ്ടോ, നിങ്ങൾ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് ഏലക്ക, പച്ച ഏലക്ക കണ്ടോ. അപ്പോൾ ഇത് ഈ ശരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ശരം. അപ്പോൾ ഇതാണ് ഏലക്ക. അപ്പോൾ ഇത് ചെയ്യാതെ നമ്മൾ നോക്കണം. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ചിലപ്പോൾ ചിലർ എന്താ പറയുക, ചിലർ ഈ തുരിശ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിക്കും. പിന്നെ അതുപോലെ തന്നെ കുമ്മായം ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏലക്ക, അതായത് ഏലം ചെടി ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നേരെ മുമ്പിലേക്കൊന്ന് പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഇതേണ്ട ഇവിടെ നമുക്ക് നേരെ താഴേക്ക് പോകാം. അമ്പോ, മൈ ഗോഡ്, എൻ്റെ ദൈവമേ, ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇതാണ് അവസ്ഥ. ഇതുകൊണ്ട് നമ്മുടെ എത്ര ചെടി പോയെന്ന് നോക്കി. മരം വീണക്കുവാണ്. ദൈവമേ, നിങ്ങൾക്ക് കാണാമോ? ഇത് കണ്ടോ, അവിടെ നിന്നെങ്ങാണ്ട് വീണേക്കുന്നതാണ് കേട്ടോ. നമുക്കൊന്നുകൂടെ കുട എവിടെയെന്ന് വെച്ചിട്ടൊന്ന് പോയി നോക്കാം. ഓ മൈ ഗോഡ്, ഇവിടുന്ന് മൊത്തത്തിൽ വീണതാണ് കേട്ടോ. കണ്ടോ ദൈവമേ, മതി. ഇത് കണ്ടോ, ഇവിടുന്ന് കണ്ടോ ഈ ചെടിയെല്ലാം പോയി. ഇതെല്ലാം പോയിട്ട് കണ്ടോ, ആ മരം അങ്ങനെ വീണ് കിടക്കുന്നുണ്ടോ, കാണാവോ? ഇതാണ് അവസ്ഥ. എത്രമാത്രം വീണ്ടും ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം നാശനഷ്ടമെന്ന് കണ്ടു നോക്കി. നമുക്ക് നേരെ കുട പോയി എടുക്കാം കേട്ടോ. ഇപ്പം അങ്ങോട്ട് പോകാൻ വഴിയില്ലല്ലോ. നമുക്ക് നേരെ ഇതുവഴി പോകാം. ഇതുണ്ടോ, കഷ്ടമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഒരുപാട് കഷ്ടമായിപ്പോയി, നല്ല മഴയാണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കാരണവശാലാണ്, അതായത് ഈ കാരണത്താലാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഒരു കാരണവശാലും നിങ്ങൾ ഇടുക്കിക്ക് വരരുത്, ഒരു കാരണവശാലും നല്ല ക്ലൈമറ്റാണ്, നല്ല മഴയാണ്, നല്ല തണുപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇടുക്കിക്ക് വരരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇന്നലെ ഇട്ടിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കണ്ടോ, കാണിച്ചു തരാം. മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഴ. കണ്ടോ, ഇനിയിപ്പോൾ എന്തേലും